ഒരു ദിവസത്തിലേക്ക് നമ്മൾ അടുത്തിരിക്കുക. ഇന്ന് നമ്മൾ ആരാധനയ്ക്കായി പള്ളികളിലും ആരാധന ഹോളുകളിലേക്കൊക്കെ കടന്നു പോകും. ആമേൻ. ജീവിക്കാൻ കഴിയത്തില്ലാത്ത വല്ലാത്ത ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തിക്കൊണ്ടിരിക്കുക. ആമേൻ. എങ്ങനെ ജീവിക്കും, എങ്ങനെ പോകുമെന്നൊന്നും ആർക്കും അറിയത്തില്ല. ആമേൻ. ഭക്ഷണത്തിന് പ്രയാസകരമായും ജീവിക്കാൻ മുന്നോട്ട് പോകാൻ കഴിയത്തില്ലാത്ത തരത്തിലും വിവിധതരമായ പ്രയാസങ്ങളിലേക്ക് കൂടി ആമേൻ കടന്നു പോകുന്ന ഒരു സന്ദർഭത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. എന്നാൽ ആമേൻ ദൈവത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്ന തൻ്റെ ജനം പറയും. ആമേൻ. സങ്കീർത്തനം 141 വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യം പറയുന്നു: ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, എൻ്റെ അടുക്കലേക്ക് വേഗം വരണമേ. ആമേൻ. കർത്താവിന്റെ സന്നിധിയിൽ വിളിച്ചപേക്ഷിക്കുന്ന ദൈവവൈതലനോട്, അവനെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഒരു ധൈര്യമുണ്ട്. ആ ധൈര്യമാണ്, ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ അടുക്കേക്ക് വരും. ആര് വിളിക്കുന്നതിനേക്കാൾ ഞാൻ വിളിക്കുന്ന സമയം അവൻ എൻ്റെ അടുത്തേക്ക് വേഗത്തിൽ വന്നിട്ട്, എന്തിനാ കരയുന്നേ, എന്തിനാ നിരാശപ്പെടുന്നേ, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ ബലപ്പെടുത്തും. നീ തളർന്നിരിക്കുകയാണോ? നീ ആരാധനയ്ക്ക് പോകുമ്പോൾ ഒരു പകർച്ച നിന്റെ മേൽ വെളിപ്പെടുവാൻ ഉള്ള ആഗ്രഹത്തോടെ, കർത്താവേ, ആരാധനയ്ക്ക് വേണ്ടി ഞാൻ ആയിരിക്കുമ്പോൾ, അല്ല ഞാൻ പള്ളികളിലേക്ക് കടന്നു പോകുമ്പോൾ, എൻ്റെ അടുക്കിലേക്ക് വേഗത്തിൽ വന്ന് എൻ്റെ വിഷയത്തിന് ഒരു പരിഹാരം തരണമേ എന്നുള്ള ആഗ്രഹത്തോടെ നമുക്ക് ആരാധനയിലേക്ക് കടന്നു പോകാം. ദൈവം നമ്മെ ഇന്നൊരു പുതിയ ശക്തിയാൽ നിറയ്ക്കുന്ന പകലായി തീരട്ടെ. ആമേൻ. ആമേൻ.